ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണ തോത് വളരെ ഗുരുതരമായ നിലയിൽ തന്നെ തുടരുകയാണ്. ദീപാവലിക്ക് നിരോധനം മറികടന്ന് ജനങ്ങൾ പടക്കം പൊട്ടിച്ചത് വായുമലിനീകരണം കൂടുതൽ വിഷമയമാക്കി. പടക്കത്തിന്റെ പേരിലും ബിജെപിയും ആം ആദ്മിയുമായുള്ള പോര് ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ജിൽസി, ദീപാവലി തലേന്ന് എന്ന് പറയുന്നത് തന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷ മലിനീകരണം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും ഡൽഹി. അതുകൊണ്ട് തന്നെ 2019 മുതൽ നിരന്തരം സർക്കാരുകളും കോടതികളും ആവശ്യപ്പെടുന്നതാണ് ഈ പടക്കം ദീപാവലിക്ക് വലിയ തരത്തിൽ പൊട്ടിക്കരുതെന്ന്. പക്ഷേ ഇത്തവണയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത്, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനം നടത്തി തന്നെയാണ് പറഞ്ഞത്, ദീപാവലി എന്ന് പറയുന്നത് ദീപത്തിന്റെ ഉത്സവമാണ്, പടക്കത്തിന്റെ ഉത്സവമല്ല. അതുകൊണ്ട് തന്നെ പടക്കം ബാൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. ജനുവരി 1 വരെയായിരുന്നു ബാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു ശേഷിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഗലിയിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇന്നലെ പൊട്ടിയ പടക്കത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് കണ്ടോ, പല തരത്തിലുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ, അതായത് ഒരു കാരണവശാലും നിങ്ങൾ പടക്കം പൊട്ടിക്കരുത് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ, ഇത് ആം ആദ്മി പാർട്ടി ഈ തരത്തിലുള്ള ജനങ്ങളുടെ ഒരു സെന്റിമെന്റലിനെ, അതായത് ഹിന്ദുക്കളുടെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കണം എന്ന് പറയുന്ന അവരുടെ വികാരത്തെ മുറിപ്പെടുത്തുകയാണ് എന്നുള്ളൊരു കാര്യമാണ് BJP നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അമിത് മാളവിയ അടക്കമുള്ള BJP നേതാക്കന്മാരായിരുന്നു ഇക്കാര്യത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ കോൺട്ര ചെയ്യാൻ വേണ്ടി. കാര്യം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി തന്നെയാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണം അട്ടിമറിച്ച് നേടാൻ വേണ്ടി ഇപ്പോൾ ഈ പടക്കം പൊട്ടിക്കരുത് എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നത് പോലും ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു വികാരമായി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് BJP നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി നേതാക്കന്മാർക്ക് ഇത് പറയാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം ഇവിടെ കേന്ദ്ര പോലീസാണ്, അതായത് ആഭ്യന്തര വകുപ്പിന്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഡൽഹിയിലെ പോലീസ് ഉള്ളത്. അതുകൊണ്ട് കൃത്യമായി കേസെടുക്കാനോ അന്വേഷിക്കാനോ ആ തരത്തിലുള്ള ഒരു നടപടിയും അവർ ഈ BJP ഈ തരത്തിലുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഡൽഹി പോലീസും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരിതമായ ഒരവസ്ഥ. കേവലം ആം ആദ്മി പാർട്ടിക്കാരോ BJPക്കാരോ മാത്രമല്ല, ഡൽഹിയിലെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ ഒരു ദുരിതഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വായു ഗുണനിലവാര സൂചിക വലിയ തരത്തിൽ താഴ്ന്നിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ നിലയിൽ തന്നെയാണ് ഈ ദീപാവലിയുടെ പിറ്റേ ദിവസം വായു ഗുണനിലവാര സൂചിക എത്തി നിൽക്കുന്നത്.